സുഖല്ലേടാ. ചില പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഡയറക്റ്റ് പോയിട്ടുണ്ടായിരുന്നത് ഗുരുവായൂർ കേട്ടോ. ഞാനേ കാണാതെ ഉള്ളൂ, ഞാൻ മാത്രമേ കാണാതെ ഉള്ളൂ. കുറെ നാളായിട്ടുള്ള ആഗ്രഹമാണ് ഗുരുവായൂർക്ക് പോകണമെന്ന്. എനിക്ക് മാത്രമല്ല എന്റെ അമ്മ. ഗൂഗിൾ ചേട്ടനെ ഇന്നലെ തന്നെ ട്രെയിൻ കയറ്റി തിരിച്ച് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. രാവിലെ ഒരു 5 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയത്. ഇവിടെ ഉണ്ടാ എവിടെ തിരിഞ്ഞാലും കല്യാണം. ചെക്കനും പെണ്ണും കൂടി ഇങ്ങോട്ട് ഓടുന്നു, കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് ഓടുന്നു. എന്തായാലും കല്യാണ ചെക്കനും പെണ്ണും ഒക്കെ ഉള്ളതുകൊണ്ട് ക്യൂ നിന്നതിന്റെ വിഷമം ഒന്നും പറഞ്ഞില്ല. അവരുടെ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും ഒക്കെ കണ്ടതിന്റെ സമയം പോയി. എന്റെ വാമനില്ലത്തെ വേമനൻ നമ്പൂരി വേമനൻ എന്നല്ല പറയാം. എന്താണെങ്കിലും അങ്ങനെ നന്ദു റെഡി ആയിട്ടുണ്ട്. അമ്പലത്തിന്റെ ഷോട്ട് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ഫോൺ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ പിടിച്ചു വെക്കുന്നു പറഞ്ഞു. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും ഉച്ച കഴിഞ്ഞ് നല്ല ചൂടായിരുന്നത് കൊണ്ട് ഞങ്ങൾ ഒരു ഷാർജ കുടിക്കാനായിട്ട് പോയി. അമ്മയ്ക്ക് കുടിച്ചു നോക്കിയിട്ട് ഷാർജ അത്ര ഇഷ്ടപ്പെടാത്തതുകൊണ്ട് നന്ദുവിനെ തിരിച്ച് നീക്കി വെച്ച് കൊടുക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഗുരുവായൂരിൽ നിന്ന് ഡയറക്റ്റ് ട്രിവാൻഡ്രത്തോട്ട് ട്രെയിൻ കിട്ടാനില്ല. അല്ല, അന്നത്തെ ദിവസം കിട്ടാനില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂരിൽ നിന്ന് എറണാകുളം വരെ ബസ്സിലാട്ടോ പോയത്. പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും ഉച്ചയ്ക്കൊന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ എറണാകുളത്ത് തിരിച്ചെത്തിയിട്ട് ഞങ്ങൾ ഒരു മന്തി കഴിച്ചു. എന്നിട്ട് എറണാകുളത്ത് നിന്ന് ട്രിവാൻഡ്രത്തോട്ടുള്ള ട്രെയിൻ നോക്കി പോയി ഇരിക്കുവായിരുന്നു. ഞങ്ങൾ ആന്റിയുടെ പച്ചസാരി, കറങ്ങുന്ന ഫാനും പിന്നെ ഈ അപ്പൂപ്പനൊക്കെ നോക്കിയിരുന്ന പെണ്ട്ര ഒരു കൂട്ടം മനുഷ്യന്മാരും ഓടുന്നൊന്നും ഇത്ര നേരം ഇല്ലായിരുന്നല്ലോ. നോക്കിയ പെണ്ട്ര നമ്മുടെ CM കൂടെ നമ്മുടെ ഗംഗയുടെ നകുലനുണ്ട്. കുറച്ചു നേരം അവരുടെ കൊച്ചു വർത്താനൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ ഇരുന്നപ്പോഴാണ് വേറൊരു സത്യം ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങളുടെ ട്രെയിൻ ഓൾറെഡി വന്നിട്ട് പോയായിരുന്നു. അതിനകത്താണെങ്കിൽ ഓൾറെഡി ഫുൾ ഹിന്ദിക്കാരും. എനിക്ക് ഹിന്ദിക്കാരോട് പേഴ്സണലി ഒരു വിരോധവും ഇല്ല, പക്ഷെ ട്രെയിൻ കൊണ്ടിടുമ്പോൾ ഒരു നോട്ടം കാണുമ്പോൾ തന്നെ നമുക്ക് ട്രെയിനിൽ കയറാൻ തോന്നുന്നു. ജീവനി കൊതിയുള്ളതുകൊണ്ട് ഞങ്ങൾ ആ ട്രെയിനിൽ കയറിയില്ല. ഡെൻഡർ ഒരു ചെറിയ ട്രെയിൻ പോകുന്നു, ഇതിന്റെ ബാക്കി എവിടെയാണ്? അങ്ങനെ സാഹചര്യങ്ങളുടെ സമ്മതം മൂലം ഒരു നൈറ്റ് കൂടെ ഞങ്ങൾക്ക് സ്റ്റേ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നു. കാരണം ആ ബസ് സ്റ്റാൻഡിനെ കൊണ്ട് ഞങ്ങൾ ഓൾറെഡി കുറച്ച് ടയർഡായിരുന്നു. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കാൻ പറ്റില്ലല്ലോ. അടുത്ത ദിവസം രാവിലെ 4 മണിക്ക് നേരിട്ട് ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്കുള്ള ബസ്. പിന്നെ കോഫി കുടിച്ചായിരുന്നു കേട്ടോ, പറയാൻ മറന്നു. എല്ലാ യാത്രകളും നമുക്ക് എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് തരില്ലേ ഓർക്കാൻ വേണ്ടിയിട്ട്. അതുപോലൊരു യാത്രയായിരുന്നു ഇത്. ബസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഹെഡ്സെറ്റ് മാറ്റാറില്ല, കാരണം പാട്ട് കേട്ടിരുന്ന പ്രശ്നമല്ല, അല്ലെങ്കിൽ ഞാൻ ഛർദ്ദിക്കും. പുറത്തേക്ക് നോക്കിയപ്പോൾ സൂര്യേട്ടനാണെങ്കിൽ ഡ്യൂട്ടിക്ക് കയറിയിട്ടുണ്ട്, ചന്ദ്രേട്ടനാണെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞ് പോകാൻ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണോട്ടാ.